ഹായ് ഹലോ കൂട്ടുകാരെ, നമ്മളിതാ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു എൻ്റെ സ്വന്തം ചാനലായ ചക്കു ആൻഡ് കുഞ്ഞൂസിലൂടെ. അപ്പോൾ രാവിലെ ഞാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പുറപ്പാടിലാണ്. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ദോശയാണ്. ആ ദോശയെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ദോശമാവ് എടുത്ത് കുറച്ച് ദോശമാവ്, ഒരു കരണ്ടി ദോശമാവ് എടുത്ത് അതിനകത്ത് കുറച്ച് സവാള അരിഞ്ഞിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് ഒരു 4 കാടമുട്ടയും ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയ ദോശയാണിത്. വളരെ ടേസ്റ്റി ആയിരുന്നു. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അത് സക്സസ് ആയി, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അത് നിങ്ങൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കാടമുട്ട ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം സദാ മുട്ട ചേർത്ത് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ഇന്നലെ നല്ല ഫ്രഷ് ക്യാരറ്റ് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് മെഴുക്കും പുരട്ടി കുറച്ച് സാമ്പാറും വെക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് എൻ്റെ അപ്പൂൻ്റെ ഒന്ന് കഞ്ഞി വെക്കണം. കഞ്ഞിക്ക് എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ സോറി അടുപ്പിലേക്ക് വെച്ച് കേട്ടോ. നാവിന് പിഴ. അപ്പോൾ നമ്മുടെ കഞ്ഞി എടുത്ത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മെഴുക്കുവരട്ടിക്ക് അരിയണം, സാമ്പാറിന് അരിയണം. ഈ സാമ്പാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനെ എടുത്ത് ചൂടാക്കി വെച്ചു. സാമ്പാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല ഈ സാമ്പാർ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാ പച്ചക്കറിയും സാമ്പാറാണ്. ഉള്ളി, സവാള, പഴുത്തൊക്കെ ഉണ്ടായിരുന്നു നോക്കാം. പിന്നെ അപ്പോൾ നമ്മൾ കിഴങ്ങ് ഇത് മാത്രമേ സാധാരണ യൂസ് ചെയ്ത് നമ്മുടെ റെഡ് ദാൽ ചേർത്താണ് നമ്മൾ അതിൽ വളരെ ചെറുതായിട്ട് കിടക്കുന്നത് നമ്മുടെ സോയാബീൻ. ഞാൻ വിചാരിച്ചു സോയാബീനകത്ത് എന്തെങ്കിലും ഒരു വൈറ്റമിൻ വേണ്ടേ, അതുകൊണ്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അതിനകത്ത് സോയാബീനോട് ചേർത്താണ്. ആ സോയാബീനെ നമ്മൾ മിക്സിയിൽ അതാണ് ഇന്നത്തെ നാക്ക് പിടിച്ചു. മിക്സിയിലല്ല, നമ്മുടെ കുക്കറിനകത്ത് ഒരു 4-5 വിസിൽ വരുന്നവരെ നമ്മൾ ഇട്ട് വേവിച്ചിട്ടൊന്ന് ആഡ് ചെയ്ത് ചേർത്തിരിക്കുക. അല്ലെങ്കിൽ ഈ സോയാബീന് വേറൊരു റോ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെയാണ് ചേർത്തിരിക്കുന്നത്. അത് ഏകദേശം ആവാറായി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് സാമ്പാറാണ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതിന് ഇനി ആഡ് ചെയ്യുക. മിക്സിയിലെ ഫുൾ മിക്സിയാണ് എനിക്ക് വരുന്നത്. ഇന്ന് മിക്സിയിൽ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. മിക്സിയിൽ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് തന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഫുൾ മിക്സി പറഞ്ഞുകൊണ്ടിരിക്കുക. മിക്സിയല്ല, നമ്മുടെ കുക്കറിൽ അതിനെ വേവിക്കാൻ വെക്കണം. ഇപ്പോൾ ഇതങ്ങോട്ട് ഇറക്കുന്ന അടുപ്പിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സാമ്പാറിനും കൂടി വേവിക്കാൻ വെക്കാം. അപ്പോൾ ഇത് സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. ക്യാരറ്റിനൊരു റോ ടേസ്റ്റ് അല്ല, ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് സോയാബീൻ ചേർത്തത്. പക്ഷേ സോയാബീൻ ചേർത്ത് അതിൻ്റെ മുളക് പൊടിയൊക്കെ ഇട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് ഇളക്കി വന്നപ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ വീടെന്ന് പറയുന്നത് 4 നില വീടാണ്. അപ്പോൾ ഇതിൻ്റെ മണം അങ്ങ് മുകളിലെത്തിയിട്ട് അവിടെ നിന്ന് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാവർക്കും കൂടെ. ആ ഗ്രൂപ്പിനകത്ത് മെസ്സേജ് വന്നു, എന്താ താഴെ ഉണ്ടാക്കുന്ന ഭയങ്കരമായ മണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ചിരിച്ച് സ്മൈലി അയച്ചിട്ട് പറഞ്ഞു, വന്ന് കഴിക്കുമ്പോഴറിഞ്ഞാൽ മതി എന്ന് തിരിച്ച് സ്മൈലിയിൽ മെസ്സേജ് അയച്ചു. അത്രയ്ക്ക് മണമായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം ഭയങ്കര കിടുവായിരുന്നു, പ്രതീക്ഷിച്ചതിനേക്കാൾ കിടുവായിരുന്നു സംഭവം കേട്ടോ. അപ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്യാരറ്റ് മെഴുക്കുവരട്ടിക്ക് അരിയുന്ന പോലെ അരിഞ്ഞിട്ട് നമ്മുടെ സോയാബീൻ, നോർമൽ സോയാബീൻ അല്ല, അവിടെയും കിട്ടുമായിരിക്കും. ഇത് പൊടി സോയാബീൻ ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ തലേന്ന് എടുത്തിട്ട് എന്നിട്ട് വേവിച്ച് ഒന്ന് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് ഇതേപോലെ മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് കഴിച്ചു നോക്കൂ. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ അടുത്ത ഇനി നമുക്ക് സാമ്പാർ വെക്കാനുള്ള പുറപ്പാടാണ്. സാമ്പാറിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർത്താല്ല. ആ കഷ്ണങ്ങളൊന്നും ചേർത്തുകൊണ്ട് കാര്യമില്ല. നമ്മുടെ മോളുക്കുട്ടന് വേണ്ടി വെക്കുന്ന സാമ്പാറാണ്. ആ സാമ്പാറിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി. ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ സവാള, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഇതേ മാതളം ഇളക്കി വെച്ചു. പപ്പായയും കട്ട് ചെയ്ത് വെച്ചു എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് സ്ഥിരം കഴിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിനിടയ്ക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കുക്കറിൽ അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ട് വന്ന് ഞാൻ പാത്രം കഴുകാൻ നിന്നു. അപ്പോൾ പാത്രം കഴുകാൻ നടക്കും. ഇപ്പുറത്തൊരു കരണ്ടി ഇട്ട് നമ്മുടെ മാതളത്തെയും പപ്പായയും വെച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് കോരി തിന്നുക, പാത്രം കഴുകുക. അങ്ങനെ അത് 2 പണി ഒരേ സമയം നടക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സാമ്പാർ അവിടെ ഇരുന്ന് ശൂളം വിളിക്കുന്നുണ്ട്. ഞാൻ വെന്തുകൊണ്ടേ ഇരിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 പണി ഒരേ സമയം നടക്കുന്നുണ്ട്. ഇത്രയും ചെയ്താൽ പോരെ. അപ്പോൾ അവിടെ സാമ്പാർ വേവുന്നുണ്ട്, കഴിക്കാനുള്ളത് വയറ്റിലേക്ക് പോകുന്നുണ്ട്, അതിനിടയ്ക്ക് ഞാൻ പാത്രവും കഴുകുന്നുണ്ട്. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോഴത്തേനും അടുത്ത പടി ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പപ്പുനല്ല നമ്മുടെ ഈമാനൂട്ടന് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കണം. ഇഡ്ഡലി സാമ്പാറിൻ്റെ ആൾ ഈമാനൂട്ടനാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവന് ഒരു 5 മതി കേട്ടോ, അത്രയും അവൻ കഴിക്കുള്ളൂ. 5 നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. സാമ്പാറുമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. വളരെ കുറച്ച് പപ്പുവിൻ്റെ കഞ്ഞി എടുത്തിട്ടുണ്ട്, കുറച്ച് മെഴുക്കുവരട്ടി, 2 ചിക്കൻ കഷ്ണം എടുത്ത് ഞാൻ കഴിക്കാനിരുന്ന് കഴിഞ്ഞു.
അപ്പോൾ നിങ്ങളും കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. ഫുഡൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കുക. പക്ഷേ ക്വാണ്ടിറ്റി, അതായത് ആഹാരം വളരെ കുറച്ച് കഴിക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ മുകളിൽ നിന്ന് വിളി വന്നു, എനിക്ക് മുട്ട വേണം, മുട്ട ആരാണ് എനിക്ക് പുഴുങ്ങി തരുന്നത്. അപ്പോൾ ശരി, എന്നാൽ ശരി, ഇരിക്കട്ടെ.